ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വിലയേറിയ താരമാണല്ലോ ലാലേട്ടൻ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ലല്ലോ. കഴിഞ്ഞ 5 വർഷം ലാലേട്ടന് വളരെ മോശം വർഷമാണ് എന്ന രീതിയിലാണല്ലോ സോഷ്യൽ മീഡിയയിൽ പല പ്രചാരണങ്ങൾ നടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ലാലേട്ടന് മോശം വർഷമാണോ, അതോടൊപ്പം തന്നെ ലാലേട്ടന്റെ അവസാനത്തെ 10 സിനിമകളുടെ വെർഡിക്റ്റ് എന്താണ് എന്നൊക്കെയാണ് നാം നോക്കാനായിട്ട് പോകുന്നത്. 2021 തിയേറ്ററുകളിലേക്ക് എത്തിയ ദൃശ്യം 2 മുതലുള്ള സിനിമകളുടെ വെർഡിക്റ്റാണ് നാം എടുക്കുന്നത്. ദൃശ്യം 2 എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമ ലോകവ്യാപകമായിട്ട് അന്ന് വൻ തരംഗമായ സിനിമയാണ്. കോവിഡ് കാലത്തെ വലിയ വിജയം നേടിയെടുത്ത സിനിമയാണ് എന്ന് ദൃശ്യം 2 ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത OTT സിനിമ തന്നെയാണ്. അന്നത്തെ വൻ തുകയ്ക്ക് OTT ഡീൽ നടന്ന സിനിമയുടെ സംവിധായകൻ ജിത്തു ജോസഫാണ്. രണ്ടാമത്തേത് ലാലേട്ടന്റെ കരിയറിലെ തന്നെ വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയാണ്. ആശീർവാദ സിനിമാസ് ഇതുവരെ നിർമ്മിക്കപ്പെട്ട സിനിമകളിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ സിനിമയായിരുന്നു മരക്കാർ. സിനിമ തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. 2021 ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ സംവിധായകൻ പ്രിയദർശനായിരുന്നു. 2022 ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ലാലേട്ടൻ ചിത്രമാണ് ബ്രോ ഡാഡി. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത സിനിമ അന്ന് വൻ തുകയ്ക്കായിരുന്നു OTT ഡീൽ നടന്നത്. ഒപ്പം തന്നെ OTTയിലാണെങ്കിലും വലിയ രീതിയിൽ തരംഗമായ സിനിമ. OTTയിലെ മറ്റൊരു വമ്പൻ വിജയം നേടിയെടുത്ത ലാലേട്ടൻ സിനിമ എന്ന് നിസ്സംശയം പറയാം. വീഡിയോയിലെ 4ാമത്തെ ലാലേട്ടൻ സിനിമ ആറാട്ടാണ്. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ 2022 ഫെബ്രുവരി മാസമായിരുന്നു തിയേറ്ററുകളിൽ ഒരു മാസ ആക്ഷൻ കോമഡി എന്റർടൈനർ സിനിമയായിട്ട് റിലീസ് ചെയ്തത്. മരക്കാർ പോലെ തന്നെ 50% ഒക്യുപ്പൻസിയിൽ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ആറാട്ട് എന്ന സിനിമ തിയേറ്ററുകളിൽ പരാജയമാണ്. ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ അടുത്തൊരു ഡയറക്റ്റ് OTT സിനിമ 12th മാൻ എന്ന സിനിമയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ ലാലേട്ടന്റെ ജന്മദിനം പ്രമാണിച്ച് മെയ് മാസമായിരുന്നു ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്തത്. മുൻ ലാലേട്ടന്റെ ഡയറക്റ്റ് OTT സിനിമകളുടെ അത്രത്തോളം നല്ല അഭിപ്രായങ്ങളും ഒപ്പം തന്നെ വലിയ രീതിയിൽ തരംഗമായില്ലെങ്കിൽ പോലും 12th മാൻ OTT ഡീൽ വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വിജയം നേടിയെടുത്ത മറ്റൊരു ലാലേട്ടൻ സിനിമ തന്നെയാണ്. 2022 ആറാട്ടിന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ മറ്റൊരു തിയേറ്റർ റിലീസ് ആയിരുന്നു മോൺസ്റ്ററിന്റേത്. വൈശാഖ് സംവിധാനം ചെയ്ത സിനിമയും തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ്. ലാലേട്ടന്റെ കഴിഞ്ഞൊരു 10 വർഷ കാലയളവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ സിനിമ, ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് എലോൺ. 2023 തിയേറ്ററുകളിലേക്ക് എത്തിയ ഷാജി കല സിനിമ തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. എലോണ് തൊട്ട് പിന്നാലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ റിലീസ് ചിത്രമായിരുന്നു സ്ഫടികം. 2023 ഫെബ്രുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഭദ്രൻ സംവിധാനം ചെയ്ത സിനിമ 4 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിൽ വിജയിച്ച സിനിമയാണ്. ശേഷം 2023 അവസാനം ഡിസംബർ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ സകല OTT മെറ്റീരിയൽ സിനിമകൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് നേര്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തത്. പുലിമുരുകൻ, ലൂസിഫർ കഴിഞ്ഞ ലാലേട്ടന്റെ നിലവിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമയും നേരാണ്. വീഡിയോയിലെ 10ാമത്തെ സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ. ലാലേട്ടന്റെ സമീപകാല സിനിമകളിൽ മരക്കാർ കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ നഷ്ടമുണ്ടാക്കിയ ലാലേട്ടൻ സിനിമ തന്നെയാണ്. ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നു. ലിജി ജോസ് പെല്ലിശ്ശേരിയായിരുന്നു സിനിമ സംവിധാനം ചെയ്തത്. ഇതിനിടയിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ എത്തിയ ഒരു തമിഴ് സിനിമ ഉണ്ട്, ജയിലർ എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ കേരള വെർഡിക്റ്റ് നോക്കുകയാണെങ്കിലും സിനിമ വൻ ബ്ലോക്ക് ബസ്റ്റർ കേരളത്തിൽ നേടിയെടുത്ത സിനിമയാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ കഴിഞ്ഞ 10 സിനിമകളിൽ 5 സിനിമകൾ വിജയവും 5 സിനിമകൾ പരാജയവുമാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ 10 സിനിമകളിൽ ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ വീഡിയോകൾ കേട്ട് കാത്തിരിക്കൂ.